Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ഇന്നലെ 27/11/2024 ബുധനാഴ്ച 24,277 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് കൃത്യമായും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തന്നത്. ഒരു 3 പോയിന്റിന്റെ കുറവിൽ 24,274 എന്ന ലെവലിലാണ് ഓപ്പൺ ആയത്. ഇന്ന് ഏതാണ്ട് 470 പോയിന്റിന്റെ മൂവ്മെന്റ് നിഫ്റ്റി തന്നു. നല്ല സെല്ലിംഗ് പ്രഷറായിരുന്നു. ഒരുപാട് ദിവസങ്ങളായി ചെറിയ ചെറിയ ട്രേഡുകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഓപ്ഷൻ ബയേഴ്സിന് ഇന്ന് ചാകരയായിരുന്നു എന്ന് വേണം പറയാൻ. ഇന്ന് ഓപ്പണായ ഉടനെ തന്നെ പെട്ടെന്നൊരു അപ്പ് മൂവിൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവൽ വരെ എത്തിയിരുന്നു. അതായത് 317 എന്ന ടാർഗറ്റ്. അതിന് മുകളിൽ ക്ലോസ് ചെയ്തിരുന്നില്ല. അപ്പോൾ തന്നെ സെല്ല് കിട്ടി. പ്രൈസ് ഡൗൺ സൈഡ് വന്നെങ്കിലും ഇവിടെ നിന്നും പ്രൈസ് പതിയെ ടേൺ ചെയ്ത് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി തന്നു. ഡേയ്സ് ഹൈയും തന്നു. എന്നാൽ ഇന്നലത്തെ ദിവസം, അതായത് ഇന്നലെ രേഖപ്പെടുത്തിയ 24,355 എന്ന മുകളിലോട്ട് വീണ്ടും പ്രൈസിന് കയറി ക്ലോസ് ആവാൻ കഴിഞ്ഞില്ല. ഇവിടെ നിന്നും കൃത്യമായും ട്രേഡിംഗ് അറിയാവുന്നവർക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ്, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം ഈ കോള് ബൈ ചെയ്ത് പ്രോഫിറ്റ് എടുത്ത് പലരും സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നിരുന്നു. എന്നാൽ ഇവിടെ നിന്നും വീണ്ടും എൻ്റർ ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം വീണ്ടും എൻ്റർ ചെയ്ത് ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചും വെക്കാതെയും ഒക്കെ നിന്നവർ പെട്ടെന്ന് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത് കണ്ട് എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ അവർ സെല്ലിംഗ് തിരിച്ചറിയുകയും പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്യുകയും ബൈ ചെയ്യുകയും ചെയ്തു. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ, അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ. പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് ഡേയ്സ് ലോ ആണ്. കാരണം നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന സപ്പോർട്ട് ഈ ലെവലായിരുന്നു. അതുകൊണ്ടെന്നല്ല, പ്രൈസ് അങ്ങോട്ടേക്ക് വരേണ്ടതാണ്. അത് കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് മനസ്സിലാവും. അത് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ പ്രോഫിറ്റ് എടുത്തവരും, എന്നാൽ അല്പം സമചിത്തതയോടുകൂടി ഒന്ന് ഹോൾഡ് ചെയ്തവരുമുണ്ട്. വളരെ നല്ല പ്രോഫിറ്റ്. ഇന്നലെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പറയുന്നത് സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക, ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് എന്നായിരുന്നു പ്ലാൻ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ, അതായത് 24,124 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന അപ്പ് മൂവിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ എന്നായിരുന്നു. അപ്പോൾ ആ ലെവലും ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒന്ന് ഹോൾഡ് ആയെങ്കിലും വീണ്ടും അതേ ഡയറക്ഷനിൽ സെല്ല് വന്നു. തൊട്ട് താഴെ രേഖപ്പെടുത്തിയിരുന്ന ലെവലിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്ന പ്രക്രിയയും പൂർണ്ണമായി. പിന്നീട് സെൽ ഓൺ ഹൈ എന്ന സ്ട്രാറ്റജി. എവിടെയെല്ലാം ബയേഴ്സ് തലപൊക്കിയോ അവിടെ നിന്നെല്ലാം സെല്ലേഴ്സ് വളരെ ക്രൂരമായി താഴ്ത്തിക്കൊണ്ടുപോയി, വെള്ളത്തിലേക്ക് താഴ്ത്തി എന്ന് വേണം പറയാൻ, അല്ലേ? ഓക്കെ, അത്തരത്തിൽ എപ്പോഴെല്ലാം ഒരു അപ്പ് മൂവ് കിട്ടിയോ അപ്പോഴെല്ലാം സെല്ലേഴ്സ് ആക്റ്റീവായി പുട്ട് ഓപ്ഷൻ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു. ഇവിടെ നിന്നാണ് അല്പം കൂടുതൽ നേരം പ്രൈസ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരു അപ്പ് മൂവിന് ശ്രമിച്ചത്. അത് കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 24,078 എന്ന ഈ ലെവൽ തന്നെയായിരുന്നു. അവിടെ വന്ന് വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവായി. അതൊരു നല്ല ട്രേഡായിരുന്നു. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന കൃത്യമായ സപ്പോർട്ട് ലെവലിലേക്ക് തന്നെ പ്രൈസ് വളരെ പെട്ടെന്ന് താഴ്ന്നു വന്നു. ഫൈനലി മാർക്കറ്റ് ക്ലോസ് ആകുമ്പോഴത്തേനും ചെറിയ രീതിയിൽ വീണ്ടും അപ്വേർഡ് മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. ഇത്രയുമായിരുന്നു. ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാത്തവർ വളരെ കുറവാണ് എന്ന് വേണം പറയാൻ. അഥവാ ഒരു ട്രേഡ് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഒന്നും വയ്ക്കാതെ പുതിയ ഉയരം തരും എന്ന് വെറുതെ കരുതിയിരുന്നവർക്ക് മാത്രമാണ് ഭീകരമായ ലോസ് ഉണ്ടായിട്ടുണ്ടാവുക. അതല്ലാത്തവർക്കെല്ലാം ഒരു ലോസ് കോൾ ഓപ്ഷൻ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും മറിച്ചൊരു പുട്ട് ഓപ്ഷൻ ചെയ്യാനുള്ള അറിവ് ലഭിച്ചിട്ടുള്ളവർക്കെല്ലാം ഇന്ന് പ്രോഫിറ്റിൽ തന്നെയാണ് ഡേ വൈൻഡപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ മൂവ്മെന്റുകളെ കുറിച്ച് പറയാനുള്ളത്. എന്നാൽ ഈ ലെവലുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമുക്ക് എങ്ങനെയായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിക്കാം. 23,909 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇന്നത്തെ ലോ 23,872 എന്ന ലെവലിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന റെസിസ്റ്റൻസ് ആയി 24,296 എന്ന ലെവലും ഇന്നലത്തെ ഹൈയും ഇവിടെ പിന്നീട് അതിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു മൈനർ റെസിസ്റ്റൻസുകളായി ഈ ലെവലുകൾ കാണാമെന്ന് കരുതുന്നു. 24,100, 179, 252 എന്നിങ്ങനെയുള്ള ലെവലുകൾ. അപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം.
ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ആയിരിക്കണം സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാം. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ഗ്രാജുവലി കിട്ടിയേക്കാം. അപ്പോൾ ഇതിവിടെ സെൽ ഓൺ എവറി റൈസ് എന്നതുപോലെ ബൈ ഓൺ എവറി ഡിപ്പായി പ്രവർത്തിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടത് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. പക്ഷേ ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 23,731 എന്നത് അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം. എങ്കിലും നമുക്കറിയാം ഇൻഡെക്സുകളെല്ലാം നെഗറ്റീവ് മൂഡിലായിരുന്നു. അവിടുന്ന് പതുക്കെ ഒന്ന് ബൈങ് മോഡിലോട്ട് വരാനുള്ള ഒരു ശ്രമമായിരുന്നു. എന്നാൽ അതിന് സാധ്യമാകാതെ വരുന്ന വിധത്തിലുള്ള വാർത്തകൾ ഉണ്ടായാൽ ചിലപ്പോൾ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആയേക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നത്. 23,731 കഴിഞ്ഞ് കഴിഞ്ഞാൽ 23,656, 550, 443, 336, 23,361 എന്ന ലെവലാണ് പിന്നീട് കിട്ടാവുന്ന ഒരു പ്രധാന സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നിഫ്റ്റിയിലേക്കുള്ളത്. 51,892 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ടായി ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 52,611 എന്ന ലെവൽ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി മാറിയേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. തൊട്ടുമുകളിൽ ഇന്നത്തെ ഉയരവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 52,253 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. അത് ലഭിക്കേണ്ടത് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 51,034 എന്ന ലെവൽ, ആ ലെവലിലോട്ട് 51,000 അതൊരു സ്ട്രോങ് സപ്പോർട്ടായി മാറിയേക്കാം എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 51,000 ബ്രേക്ക് ചെയ്ത് 50,087 എന്ന ലെവലിന് താഴോട്ട് ക്ലോസ് ചെയ്താൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവ. ഇവയെല്ലാം മുൻപ് രേഖപ്പെടുത്തിപ്പോയതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ടെർമിനലും അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറുടെ ചാർട്ടിലും ഉണ്ടായേക്കാം നിങ്ങൾ രേഖപ്പെടുത്തിയത്. 79,078 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 80,273 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ആയി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 79,675, 79,912 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 79,675 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ
അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ ചേർത്തിട്ടുള്ളത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് ഇന്നത്തെ ഡേയ്സ് ലോയ്ക്ക് തന്നെ താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്ന് വെച്ചാൽ വീണ്ടും പ്രൈസ് വീക്കായേക്കാം എന്നാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. അവയിൽ 72,220 അതുപോലെ 78,385 എന്നിവയാണ് പ്രധാന സപ്പോർട്ടുകളായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത്. അതിനിടയിലുള്ള മൈനർ സപ്പോർട്ടുകൾ ഇവിടെ കാണാമെന്ന് കരുതുന്നു. 78,129, 718, 77,467 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 ഇൻഡസ്ട്രികളുടെയും ട്രേഡിംഗ് പ്ലാൻ. അപ്പോൾ പതിവ് പോലെ ഡിസ്ക്ലെയിമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്ക് തയ്യാറാക്കുന്ന പ്ലാൻ തന്നെയാണ്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. താല്പര്യമുള്ളവർ ഉപയോഗിക്കുക. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ നിങ്ങൾ ഇത് പരിശോധിച്ച് നോക്കിയിട്ട് ഗുണകരമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ട്രേഡ് വളരെ വേഗം തന്നെ തിരിച്ചറിയാനും നല്ല ലാഭം ഉണ്ടാക്കത്തക്ക വിധത്തിൽ ട്രേഡ് ചെയ്യാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്